പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനെ ധ്യാനിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വളർത്തുപിതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുകയായിരുന്നു. ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവ് എന്തുകൊണ്ടാണ് സുവിശേഷം ഒരാളെ ഭാഗ്യപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വചനം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയായ സമയത്ത് ആദ്യം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇതായിരുന്നു: ടു ബിലീവ് ഇൻ ഗാഡ് മീൻസ് ടു ബിലീവ് ഇൻ എ മേഴ്സിഫുൾ ഗാഡ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം കരുണയുള്ള ഒരു പിതാവിൽ വിശ്വസിക്കുക എന്നതാണ്. ജോസഫിൽ നമ്മൾ കാണുന്നത് കരുണയുള്ള ഒരു പിതാവിനെയാണ്, കരുണയുള്ള ഒരു ഭർത്താവിനെയാണ്, കരുണയുള്ള ഒരപ്പനെയാണ്. നമ്മൾ തുടക്കത്തിൽ ധ്യാനിച്ചു, പഴയ നിയമം പറയുന്നു, വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കപ്പെട്ടവളായി കണ്ടു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ കല്ലെറിയേണ്ടവളെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിക്കുന്ന ആത്മീയതയുടെ പേരാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവത്തെ പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരാവുക എന്നാണ്. ദൈവസങ്കല്പത്തിനൊരു മാറ്റം വരികയാണ്. പഴയ നിയമം നമ്മൾ കാണുന്നു, അതല്ല. യേശു ദൈവത്തെ പരിചയപ്പെടുത്താൻ പറഞ്ഞ ഉപമയെല്ലാം എന്താണ്? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടൊന്നിൻ്റെ പിന്നാലെ പോകുന്നു. അതാണ് നിങ്ങളുടെ പിതാവ്. 10 നാണയങ്ങളുണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെട്ടു. അത് കണ്ടുകിട്ടുവോളം വീടടിച്ചു വാരുന്ന സ്ത്രീ. ഇതുപോലെയാണ് പിതാവ്. ഇതാ, അപ്പനെ മരിക്കുന്നവനായി കണ്ടിട്ട് എല്ലാ സ്വത്തും ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന മകൻ, എല്ലാം നശിപ്പിച്ച് ആ മകൻ തിരിച്ചു വരുമ്പോൾ അവനെ ഒന്ന് കുറ്റപ്പെടുത്തുക പോലും ചെയ്യാതെ അവനെ ചേർത്ത് പിടിക്കുന്ന പിതാവ്. ഇതാണ് സ്വർഗം. യേശു പിതാവിനെ പരിചയപ്പെടുത്തിയത് കരുണയുള്ള ഒരു പിതാവായിട്ടാണ്. യേശു പിതാവിനെ പരിചയപ്പെടുത്തിയത് പിതാവിൻ്റെ മുഖം കരുണയുള്ളതായിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോസഫ് ഈസ് ദ ഷാഡോ ഓഫ് ദ ഹെവൻലി ഫാദർ. ഔസേപ്പിതാവ് സ്വർഗീയ പിതാവിൻ്റെ ഒരു നിഴലായിട്ടാണ് സുവിശേഷത്തിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ജോസഫിനെ കരുണയുള്ളൊരു വ്യക്തിയായിട്ട് സുവിശേഷം പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കരുണയുള്ളൊരു ഭർത്താവ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബന്ധത്തിലും പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ഒരു ബന്ധങ്ങളിലും ആ ബന്ധം പൂർണ്ണതയുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. എൻ്റെ ഭാര്യ ഒരു മാലാഖയാണെന്ന് വിശ്വസിക്കരുത്. കാരണം 10 ദിവസം കൊണ്ട് അവൾ തെളിയിക്കും വളരെ കൃത്യതയോടെ അവൾ മാലാഖയല്ലെന്ന്. അപ്പോൾ ഒരു ബന്ധങ്ങളിലും ഒരു പൂർണ്ണത പ്രതീക്ഷിക്കരുത്.
നമുക്കറിയാം ജോസഫ് അല്ലെങ്കിൽ ഔസേപ്പിതാവ് കാണിച്ചത് എന്താണ്? കല്ലെറിയാൻ വിട്ടുകൊടുക്കാമായിരുന്ന ഒരാളെ കണ്ണു നിറയാതെ പിടിക്കുന്നു. ഒരു വാക്കുപോലും കൊണ്ട് മറിയത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് കരുണ എന്ന് പറയുന്നത്. ജോസഫിനറിയാം താൻ അധ്വാനിക്കുന്നത്, താൻ കഷ്ടപ്പെടുന്നത്, താൻ ഈ വെയിൽ കൊള്ളുന്നത്, താൻ ഈ ഓട്ടം ഓടുന്നത് മുഴുവനും തൻ്റെ കുട്ടിക്ക്, തൻ്റെ രക്തത്തിൽ പിറന്നൊരു കുട്ടിക്ക് വേണ്ടിയല്ല. പക്ഷെ ഓർക്കുക, ദൈവം മാത്രമാണ് പൂർണ്ണൻ, അല്ലേ? യേശു മാത്രമാണ് പൂർണ്ണൻ. ആ ദൈവം, ആ പൂർണ്ണതയുള്ള ദൈവം 30 വർഷങ്ങൾ ജീവിച്ചത് അപൂർണതയുള്ള മനുഷ്യരുടെ കൂടെയാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഒരു ബന്ധങ്ങളിലും നമ്മൾ പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്, ഒരു കമ്പനി നടത്തുന്ന വ്യക്തിയാണ്. എൻ്റെ കമ്പനിക്ക് ഞാനൊരു പെർഫെക്ഷൻ പ്രതീക്ഷിക്കാം. കൃത്യം 9 മണിക്ക് വരണം, 9 മണിക്ക് പഞ്ചിങ്, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ലഞ്ച്, ഇന്ന ടൈമിൽ എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അത് വേണം, അത്യാവശ്യമാണ് ഒരു ഓഫീസ്, ഒരു ബിസിനസ് അതുപോലുള്ള കാര്യം നടത്താൻ. എന്നാൽ ഒരു കുടുംബത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഡിസോർഡറാണ് ആ കുടുംബത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കുറവുണ്ട്. നമ്മൾ ആരെങ്കിലും പൂർണ്ണരാണോ? നമ്മൾ പൂർണ്ണരല്ല. ആ കുറവുകളോട് ഞാൻ എന്ത് സമീപനം കാണിക്കുന്നു, അവിടെയാണ് അത് സുവിശേഷമാകുന്നത്. ഞാൻ ഒരു സുവിശേഷമാകുന്നപ്പോൾ, സുവിശേഷം എന്താണ്? കല്ലെറിയാൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവളോട് പറയുന്നു സമാധാനത്തോടെ പോവുക, അതവൾക്ക് സുവിശേഷമാണ്. പ്രിയപ്പെട്ടവർ, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷം എന്നത് അത് കരുണയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവനായിരിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് പകരം നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്ക്, ശ്രദ്ധിക്കണം ആ വാക്ക്, അത് കാരുണ്യമാണ്, ദിവ്യകാരുണ്യമാണ്. എന്താണ് ദിവ്യകാരുണ്യം? നമുക്കറിയാം. ഇതാ, അവൻ അപ്പമെടുക്കുമ്പോൾ, അവൻ്റെ ശരീരത്തെ കയ്യിലെടുക്കുമ്പോൾ ഉറപ്പുണ്ട് അവൻ്റെ ഒറ്റുകാരൻ, തള്ളിപ്പറയാനുള്ളവൻ അടുത്തിരിപ്പുണ്ട്. അടുത്ത വചനം ഇതാണ്: അവൻ അപ്പമെടുത്ത് ആദ്യം കൊടുക്കുന്നത് ഒറ്റുകാരൻ്റെ കയ്യിലാണ്. അവിടെ തൊട്ടടുത്ത് സ്നേഹിക്കുന്ന ശിഷ്യനിരിപ്പുണ്ട്, യോഹന്നാൻ. മാറോട് ചേർന്ന് യോഹന്നാൻ ഇരിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ നോയമ്പ് കാലഘട്ടത്തിലൂടെ ഈസ്റ്ററിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗം കൂടിയാണത്. പ്രിയപ്പെട്ടവരെ, യഹൂദ പാരമ്പര്യമനുസരിച്ച് പെസഹായ്ക്ക് അപ്പം മുറിക്കുമ്പോൾ ആദ്യത്തെ കഷ്ണം കൊടുക്കേണ്ടത് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കാണ്, അടുത്ത ജനറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അപ്പം കൊടുക്കേണ്ടത് യോഹന്നാനാണ്. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് യോഹന്നാനാണ്. യോഹന്നാൻ എവിടെ ഇരിപ്പുണ്ട്? യോഹന്നാൻ മാറോട് ചേർന്നിരിപ്പുണ്ട്. എന്തായിരിക്കാം യോഹന്നാൻ മാറോട് ചേർന്നിരുന്നത്? ഇത് യേശുവിനോടൊപ്പമുള്ള അവസാനത്തെ അത്താഴമാണ്. ഇതിനു മുമ്പ് യേശുവിനോടൊപ്പം 2 പെസഹ ഭക്ഷിച്ചിട്ടുണ്ട്. ഇത് യേശുവിനോടൊപ്പമുള്ള അവസാനത്തെ പെസഹയാണ്. അപ്പോൾ യോഹന്നാനറിയാം, കഴിഞ്ഞ 2 പെസഹായ്ക്കും ആദ്യത്തെ പെസഹാപ്പം കിട്ടിയത് തനിക്കാണ്. യോഹന്നാൻ വന്ന് അടുത്തിരിക്കുന്നു. പക്ഷേ ഇത് പെസഹാപ്പമല്ല, ഇത് അവൻ്റെ ജീവിതമാണ്. കഴിഞ്ഞ 2 വർഷവും യോഹന്നാന് കിട്ടിയത് കൊണ്ട് തന്നെ ഇത്തവണയും അപ്പമെടുത്തപ്പോൾ ഒരാൾ കൈ നീട്ടിയിട്ടുണ്ട്, യോഹന്നാൻ. യോഹന്നാൻ കൈയും നീട്ടി നിൽക്കുമ്പോൾ യേശു ആ അപ്പത്തെ കൊണ്ടുപോയി ആ കൈക്ക് മുകളിലൂടെ യൂദാസിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട്. ഇവൻ എന്താണ് ചെയ്തത് അവർക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം, അതിൻ്റെ പേരാണ് കരുണ. അർഹതപ്പെട്ടവൻ, സ്നേഹിക്കുന്നവൻ നെഞ്ചോട് ചേർന്ന് കൈ നീട്ടി നിൽക്കുമ്പോൾ അവൻ്റെ കൈക്ക് മുകളിലൂടെ ഒറ്റുകാരനിലേക്ക് പോകുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ എന്നത്.
അപ്പോൾ ഇതാണ് സുവിശേഷത്തിൽ വിരിയുന്ന ദൈവത്തിൻ്റെ മുഖം. ഇതാണ് സുവിശേഷത്തിൽ പൂത്തുലയുന്ന ദൈവത്തിൻ്റെ സ്വഭാവം. ഇതാണ് സുവിശേഷത്തിൽ യേശു കാണിച്ചു തരുന്ന ദൈവിക ഭാഗം. അപ്പം കരുണയുള്ളവരാവുക, കരുണ കൊടുക്കുന്നവരാവുക, ഇത് പ്രധാനപ്പെട്ട ഒരു തലമാണ്. എൻ്റെ കുടുംബത്തിൽ ഈ കരുണയുള്ള വ്യക്തിയാവുക. ഞാൻ കരുണയുള്ളിടത്തെല്ലാം സംഭവിക്കുന്ന കാര്യം അവിടെ മാനസാന്തരമുണ്ടാകും. അതുറപ്പായ കാര്യമാണ്. ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ വിൻസെൻഷൻ വൈദിക വിദ്യാർത്ഥികളാണ്. അപ്പോൾ വിൻസെൻഷൻ സഭയുടെ ഒരു ധ്യാന കേന്ദ്രമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. അപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനെ കുറിച്ച് എന്നും പത്രത്തിൽ വാർത്തകൾ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് മോശം വാർത്തകൾ പത്രത്തിൽ വരുന്നു. അപ്പോൾ സെമിനാരിക്കാർ മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കി. അപ്പം ഞങ്ങളുടെ സഭയുടെ ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു, ഞങ്ങളുടെ തിയോളജിയൻസ് മീറ്റ്, ദൈവശാസ്ത്രം പഠിക്കുന്ന സഭയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളുടെ സഭാധികാരിയോട് ചോദിച്ചു, എന്താണ് ഡിവൈനിൽ ഈ പ്രശ്നങ്ങൾ നടക്കാൻ കാരണം? അപ്പോൾ ഞങ്ങളുടെ സഭയുടെ ജനറാളച്ചൻ പറഞ്ഞു, അതിനെക്കുറിച്ച് എന്നേക്കാൾ കുറച്ചുകൂടി പറയാൻ പറ്റുന്നത് അവിടുത്തെ ഡയറക്ടറച്ചനാണ്. ഡയറക്ടറച്ചനോട് ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ അസ്വസ്ഥതകളും സംശയമുള്ളത് കൊണ്ട് ഡയറക്ടറച്ചൻ ഇതിനുത്തരം പറയും. അങ്ങനെ വൈകുന്നേരത്തെ 6 മണിയുടെ സെക്ഷന് ഡിവൈൻ്റെ അന്നത്തെ ഡയറക്ടർ ജോർജ് പനക്കിലച്ചൻ വന്നു. അച്ഛനോട് ഒരുപാട് ചോദ്യശരങ്ങൾ ബ്രദേഴ്സ് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും കംപ്ലൈൻ്റ് ഇല്ല. 7 ഭാഷകളിൽ ധ്യാനം പോകുന്നുണ്ട്. ധ്യാനവുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഒരു ബ്രദർ എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ, അങ്ങനെയെങ്കിൽ നമുക്ക് ധ്യാന കേന്ദ്രം ഒരു ക്യാമ്പസിൽ, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, മാനസിക രോഗികൾക്ക് വേണ്ടി, പ്രായമായ അപ്പനും അമ്മയ്ക്കും വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒക്കെയുള്ള സ്ഥാപനങ്ങൾ വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ബാധിക്കുകയല്ലോ. നമുക്ക് അത് മാറ്റാം. കാരണം നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ആർക്കുമില്ല. കംപ്ലൈൻറ്റ് മുഴുവനും ഈ ഒരു കാര്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട. അപ്പോൾ പനക്കിലച്ചൻ അതിനൊരു ഉത്തരം നൽകി. ആ ഉത്തരം ഇതാണ്: ഈ ലോകം വേണ്ട എന്ന് വെച്ചവരെ, ഈ ലോകം ഉപേക്ഷിച്ചവരെ, ഈ ലോകം ക്രിമിനലായിട്ട് കാണുന്നവരെ, ഈ ലോകം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞവരെ ചേർത്ത് പിടിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ ഈ വെള്ള ലോഹയിൽ ചെളി തെറിക്കുന്നതെങ്കിൽ അത് ഒരംഗീകാരമായിട്ട് കാണാൻ പഠിക്കണം. അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേരല്ല കരുണ. ശരിയാണ്, അവിടെ ക്രിമിനലുണ്ട്, അവിടെ ചിലപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാൽ അനുസരിക്കാത്തവരുണ്ട്. പക്ഷേ അവരെ അവരുടെ കുടുംബത്തിന് വേണ്ട. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരിലാണ്, അവർക്ക് നമ്മൾ ഭക്ഷണവും അഭയവും കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഇത് സ്വീകരിക്കാൻ നമ്മൾ വിധിക്കപ്പെടുന്നതെങ്കിൽ അത് അംഗീകാരമായിട്ടെടുക്കണം നിങ്ങൾ. അന്ന് എനിക്ക് മനസ്സിലായി എന്താണ് കരുണ എന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ ഓർക്കുന്നൊരു കാര്യം, ഈ ഡിവൈൻ്റെ ജൂബിലിയിൽ പ്രധാന അധ്യക്ഷനാകുന്നത് കേരളത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും CM ആണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം 31 പ്രാവശ്യം പറഞ്ഞത് ദൈവം എന്ന വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് കരുണ കൊടുക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് ഒരുപാട് നമ്മൾ കല്ലെറിയപ്പെടുന്നുണ്ട്. ശരിയാണ്, ചില ഡിസോർഡറുകളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സഭയ്ക്കും അത് സാധിക്കണം. അതാണ് യേശുവിനെ വിളിച്ച ഒരു പേരുണ്ട്, ചുങ്കക്കാരുടെ
പാപികളുടെ സ്നേഹിതൻ. അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചുങ്കക്കാരൻ മത്തായിയുടെ തോളിൽ, ചുങ്കക്കാരൻ സക്കേവൂസിന്റെ വീട്ടിൽ ഇരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന യേശുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സമൂഹം മോശപ്പെട്ടവളെന്ന് പറയുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ കാലിൽ വരുമ്പോൾ അവിടെ ഒരു സംസാരമുണ്ട്. ഇവനെ തൊടുന്നവൾ ആരെന്ന് ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. അവൻ അറിയാൻ പാടില്ലേ? വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊട്ടവന്, വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊട്ടതുപോലും അറിഞ്ഞ ഒരുത്തിനറിയാൻ പാടില്ലേ അവൻ്റെ കാലിൽ വീഴുന്ന കണ്ണുനീരും അവൻ്റെ കാലിൽ ചുംബിക്കുന്ന ചുണ്ടും ആരുടേതാണെന്ന്? അവനറിയാം. പ്രിയപ്പെട്ടവരെ, അവന് പേര് കിട്ടി, ചുങ്കക്കാരുടെ, പാപികളുടെ സ്നേഹിതൻ. അവനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം അവൻ ആ ഡിസോർഡറിനെ അംഗീകരിച്ചു. അത്രയും നാൾ ചുങ്കക്കാര്, കുഷ്ഠരോഗികള്, വേശ്യകള് പുറത്തായിരുന്നു. ഇന്ന് അവർ നിൽക്കുന്നത് അവൻ്റെ തോളിനടുത്ത്. ഇന്ന് അവൻ ഇരിക്കുന്നത് അവരുടെ വീടിനകത്ത്. ഇന്ന് അവൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അവര്. അതിൻ്റെ പേരാണ് സുവിശേഷം. അതിൻ്റെ പേരാണ് കരുണ. ഈ കരുണ എവിടെ നിന്ന് യേശുവിലേക്ക് വന്നു? യേശു പറയുന്നുണ്ട് അതെവിടെ നിന്ന് വന്നുവെന്ന്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരാവുക. പറയാൻ എളുപ്പമുള്ളതും എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുമായ കാര്യം. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയിൽ ഒരു ഡിസോർഡർ ഉണ്ട്. എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരിൽ ചില കുറവുകളുണ്ട്, അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ഈ ജോസഫ് ഒരു തകരാമായിരുന്ന കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നത്. അവിടെയാണ് ഈ മനുഷ്യൻ കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നത്. അവിടെ ഒന്ന് കുറ്റപ്പെടുത്തുക പോലും ചെയ്യാതെ ഈ മറിയത്തെ, ഈ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിക്കുന്നു ജോസഫ്. പ്രിയപ്പെട്ടവരെ, ആ ജോസഫ് അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ കുടുംബം തിരുക്കുടുംബമായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ബൈബിൾ നമുക്ക് തരുന്ന, അമ്മ മറന്നാലും നിന്നെ മറക്കില്ല എന്ന് പറയുന്നൊരു പുസ്തകം. ആർക്കും നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴും നിനക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന പുസ്തകം. അത് ബൈബിളാണ്, അത് സുവിശേഷമാണ്. അപ്പോൾ കരുണയുള്ളവരാവുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സുവിശേഷമാണ്. നമുക്കറിയാം, നിരീശ്വരവാദികൾ പോലും, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്ത സംഘടനകൾ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യങ്ങൾ കോട്ട് ചെയ്യുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രങ്ങൾ പരസ്യമായിട്ട് അവരുടെ ബാനറുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർക്കത് അംഗീകരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മുഖം നൽകുന്നുണ്ട്. ഒരു പക്ഷെ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എന്തിനാണ് ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്? ആരെയും മാറ്റി നിർത്താത്തതിൻ്റെ പേരാണ് സുവിശേഷം എന്ന് അയാൾക്ക് പറയണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് സുവിശേഷം എന്നയാൾക്ക് പറയണം. പ്രിയപ്പെട്ടവരെ, നന്മ ആഗ്രഹിക്കാം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്. ആ വ്യക്തി നന്മയിൽ വളരണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി ഒരു പൂർണ്ണനായ വ്യക്തിയല്ല. എൻ്റെ കൂടെയുള്ളൊരു വ്യക്തി പൂർണ്ണനായ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞൊരു വചനം, കൃപ ലഭിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് വെച്ചാൽ അവിടെ കുറവുണ്ട്. ഇനി ആ കുറവിലേക്ക് നോക്കാതെ കൃപയിലേക്ക് നോക്കാൻ പഠിക്കുക, എങ്കിലേ ആ കുറവ് പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് കൃത്യതയോടെ ഈശോ പറയുന്നുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മളൊന്ന് എടുക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മളൊന്ന് എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആ കുടുംബ ബന്ധങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു സന്തോഷം, സമാധാനം വരാത്തത്? നമ്മളെപ്പോഴും നോക്കുന്നത് കുറവുകളിലേക്കാണ്. സാരമില്ല, പോട്ടെ, അതൊക്കെ പതിവല്ലേ, ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ട്. നമ്മൾ ആ കുറവുകളിലേക്ക് നോക്കാതെ ആ കുറവുകളെ പരിഹരിക്കുന്ന ഒരു സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ആ കുറവുകളെ പരിഹരിക്കുന്ന ഒരു സ്നേഹം കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ നമ്മൾ കുറെ കൂടി നമ്മൾ നന്മയിൽ,
നമ്മൾ സ്നേഹത്തിൽ, നമ്മൾ കൃപയിൽ വളരുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ ലഭിക്കും എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഈശോ പറയുന്നു, കരുണ കൊടുക്കുക, കരുണ ലഭിക്കും. ഇപ്പോൾ ഒരു ഭർത്താവ് വളരെ കാർക്കശ്യക്കാരനാണ് ഭാര്യയോട്, ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്നു. പക്ഷേ ആ വ്യക്തി ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, ആ വ്യക്തി ബിസിനസ്സിൽ ചെല്ലുമ്പോൾ, ആ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത് ഇതിനേക്കാൾ വലിയ ഒരു സ്ട്രെസ്സും ഒരു നിയന്ത്രണവുമായിരിക്കും. എവിടെയെല്ലാം നമ്മൾ കരുണ കൊടുക്കുന്നുവോ അവിടെ ദൈവം കാരുണ്യവാനാകും. എവിടെയെല്ലാം നമ്മൾ കരുണ കൊടുക്കുന്നുവോ അവിടെ ദൈവം നമുക്ക് കരുണ തരും. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ ദൈവം ക്ഷമിക്കുന്ന നമുക്ക് കരുണ കിട്ടും. ദൈവസന്നിധിയിൽ നമ്മൾ കരുണ അനുഭവിക്കും. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇനി കുടുംബ ബന്ധങ്ങളിൽ ഈ ഒരു പിതാവിൻ്റെ മനസ്സ് നമ്മൾ കൊണ്ടുവരിക, കരുണ കൊടുക്കുന്നവരാകുക. എപ്പോഴും കുറ്റം പറയുന്ന, മാറ്റി നിർത്താതെ എനിക്കെങ്ങനെ കരുണ കൊടുക്കാൻ പറ്റും, എനിക്കെങ്ങനെ കരുണ കൊടുത്ത് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പ്രധാനപ്പെട്ടൊരു തലമാണ്. നമുക്ക് വലിയതൊന്നും പ്രഘോഷിക്കാനൊന്നും ഉണ്ടാകുകയില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ ധ്യാനത്തിൻ്റെ അവസാനം കരഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു സമയമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം ധ്യാനിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ടാണ് വന്നത്. പക്ഷേ ധ്യാനം വൈകുന്നേരം ആരംഭിക്കുകയുള്ളൂ. അദ്ദേഹം എന്തോ മേടിക്കാൻ പോയിട്ട് അദ്ദേഹം മദ്യപിച്ചു. അദ്ദേഹം എല്ലാ സമയത്തും മദ്യപാനമാണ്. ഇദ്ദേഹം റോട്ടിലൊക്കെ വീണത് കൊണ്ടായിരിക്കാം ഷർട്ട് ബട്ടൺസൊക്കെ പോയി, ഷർട്ട് കീറി, അല്പം ചെളിയായി. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അവിടെ ഒരു ഗ്രോട്ടോയുണ്ട്, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, കിടക്കുന്നു, എഴുന്നേക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അച്ഛാ ധ്യാനത്തിൽ വന്നിട്ട് പുറത്തു പോകരുതെന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, സാരമില്ല, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക. വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്നെ കിടന്നു. കുറച്ച് നേരം ബോധം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുക. ഇദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ പോയി താമസിക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട. ഇദ്ദേഹം ആ ധ്യാനം കഴിഞ്ഞു. ഇദ്ദേഹം പോയി. അടുത്ത ധ്യാനത്തിന് ഇദ്ദേഹം വന്നു. ആ ധ്യാനം കഴിഞ്ഞു ഇദ്ദേഹം പോയി. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു. ഞാൻ കഴിഞ്ഞ ധ്യാനത്തിന് പോയിട്ട് ഈ ധ്യാനത്തിൽ വരാൻ കാരണം, എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 15-16 വയസ്സ് തൊട്ട് ഞാൻ മദ്യപിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചയായി ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം, എന്നെ ദൈവം തൊട്ടുവന്ന്. പക്ഷേ എനിക്കറിയില്ല അത് ദൈവം തൊട്ടതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയതിൽ പിന്നെ, ഈ ധ്യാനം കൂടി ഇറങ്ങിയതിൽ പിന്നെ മദ്യപിക്കണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ ശുശ്രൂഷകരും പറഞ്ഞ വാക്ക് കേൾക്കാതെ ഞാൻ ഒളിച്ചുപോയി മദ്യപിച്ച് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ആ മാതാവിൻ്റെ അവിടെ ഞാൻ കിടന്നു. ഇവർക്ക് അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് എടുത്ത് എന്നെ പുറത്തിടാം. എനിക്ക് അച്ഛൻ തന്നെ വന്ന് എന്നെ ഭക്ഷണത്തിൻ്റെ ഊട്ടുമുറിയിൽ കൊണ്ടുപോയിരുത്തി. എനിക്ക് അവർക്ക് ആർക്കാണ്ടോ മേടിച്ചു വെച്ച ഷർട്ട്, മുണ്ട് എനിക്ക് എടുത്തു തന്നു. എന്നെ ആരും ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് മുഴുവനും ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. എങ്ങനെയോ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഡിസോർഡർ കാണുമ്പോഴൊക്കെ
ഒരു ദേഷ്യം വരുന്ന, ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കറിയില്ല, അയാൾക്ക് വേണ്ടി ദൈവം ചെയ്യിപ്പിച്ചതായിരിക്കും. എനിക്ക് എൻ്റെ നേച്ചറിന് ചേർന്ന് പോകുന്നൊരു കാര്യമൊന്നുമല്ല ഞാൻ ചെയ്തത്. പറഞ്ഞത് കേൾക്കാതെ പുറത്ത് പോയി കള്ള് കുടിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടെ കിടക്കുന്നവനെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുത്ത് അവൻ അവിടെ മേടിച്ചു വെച്ചിരുന്ന ഷർട്ടും മുണ്ടും കൊടുത്ത് അവിടെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോയി ആക്കിയത് എൻ്റെ നേച്ചറിന് ചേർന്നതല്ല. പക്ഷേ നമ്മളെയൊക്കെ ചിലപ്പോൾ ദൈവം മാറ്റും അവൻ്റെ സ്വഭാവത്തിലേക്ക്. എന്ത് സംഭവിച്ചു? ആ വ്യക്തിക്ക് സുവിശേഷമായത് ആ പ്രവൃത്തിയാണ്. അപ്പോൾ ഡിസോർഡർ ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ സന്തോഷം, ഒരു കുടുംബത്തിൻ്റെ ആനന്ദം, ഒരു കുടുംബത്തിലെ നന്മയെന്നൊക്കെ പറയുന്നത് ആ ഡിസോർഡറാണ് എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുക. എന്നിട്ട് ഞാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഞാൻ കരുണ കൊടുക്കുന്ന വ്യക്തിയാവുക, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക. ഞാൻ അത്രയും മാത്രം നോക്കിയാൽ മതി. അവിടെ നമ്മുടെ ജീവിതത്തിൽ വലിയ കരുണ ലഭിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങളും തെറ്റുകളും ദൈവം ക്ഷമിച്ച് തലമുറകളായിട്ട് നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കുന്ന ചില പാപങ്ങൾ ദൈവം ക്ഷമിച്ച് കരുണ കൊണ്ട് ദൈവം നമ്മെ പൊതിയും. അതിനാൽ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ ദിവ്യകാരുണ്യം പോലൊരു മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വചനം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷം ഒരാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അർഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേര് നീതി.
എന്നാൽ പുതിയ നിയമം നീതിമാൻ എന്ന് വിളിക്കുന്നത് അർഹിക്കാത്തത് കൊടുക്കുന്നവനെയാണ്. എന്തായിരുന്നു അർഹിക്കുന്നത്? വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കപ്പെട്ടവളായി കണ്ടു കഴിഞ്ഞാൽ അവളെ കല്ലെറിയുവാൻ വിട്ടുകൊടുക്കുക. അതാണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന ഒരു പെണ്ണിനോട് കാണിക്കേണ്ടത്, അർഹിക്കുന്നത് അതാണ്. എന്നാൽ അർഹിക്കേണ്ടത് പഴയ നിയമം കല്ലെറിയാൻ വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന ആ പെണ്ണിനെ, കല്ലെറിയാൻ വിട്ടുകൊടുക്കേണ്ട ഒരുവളെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിക്കുന്ന ആധ്യാത്മികതയുടെ പേരാണ് ജോസഫ്. പുതിയ നിയമം അതാണ്. പഴയ നിയമം കല്ലെറിയാൻ പറയുന്നവളെ പുതിയ നിയമം കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിക്കുന്നു. യേശുവിലൂടെ വെളിപ്പെട്ടതും യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടതുമായ നിയമം. യേശു പറഞ്ഞു, നിയമത്തെ ഇല്ലാതാക്കാനല്ല, നിയമം പൂർത്തിയാകുന്നത് എവിടെയാണ്? സ്നേഹത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സ്നേഹത്തിന് മുമ്പിലായിരിക്കുന്നത്. ഏറ്റവും വലിയ സ്നേഹം അതിതാണ്. ആരെങ്കിലും തയ്യാറാകും ഒരു സ്നേഹിതന് വേണ്ടി മരിക്കുക. എന്നാൽ പാപിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു. നമ്മൾ ആരാധിക്കുക ഈ സ്നേഹത്തെ, ആരാധിക്കുക ഈ നന്മയെ. യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നത് നീ കാണിക്കുന്ന ഈ കാരുണ്യത്തെ ഓർത്താണ്. ഏറ്റവും വലിയ കാരുണ്യം അത് ദിവ്യകാരുണ്യമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കരുണ നിറയാൻ, ഈ സ്നേഹം നിറയാൻ, ഈ കൃപ നിറയാൻ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് ഈ സ്നേഹത്തിൻ്റെ, ഈ കരുണയുടെ, ഈ കൃപയുടെ അഭിഷേകം നിറയാൻ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ശക്തമായിട്ട് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും തകർച്ചകളും ഈശോയെ വിട്ടുപോകട്ടെ. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എൻ്റെ കർത്താവേ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എൻ്റെ കർത്താവേ, ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. തുഴഞ്ഞ എൻ്റെ
പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിരമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ പോൽ ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി ഈ നാളങ്ങൾ പോൽ ഈ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോലും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. 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 യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ യേശുവേ 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 ആരാധന ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. വചനം പറയുന്നുണ്ട്, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകഞ്ഞ തിരി കെടുത്താത്തവൻ. അർത്ഥം, ചതഞ്ഞതിനെയും എരിഞ്ഞു പോയതിനെയും എല്ലാം അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. കുറവിനെയും ബലഹീനതയെയും അവന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. അവൻ പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈശോ പഠിപ്പിച്ചു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക. ഈശോ കാണിച്ച പിതാവ് സ്നേഹിക്കുന്ന പിതാവാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. എല്ലാവരും ഒരുവളെ കല്ലെറിയാൻ കൊണ്ടുവന്നു. എന്നാൽ ഏറ്റവും പരിശുദ്ധനായവൻ അവൻ്റെ കണ്ണിൻ്റെ പ്രഭയിലൊന്ന് നിൽക്കാൻ പോലും അവൾക്കാവില്ല എന്ന് തിരിച്ചറിവുള്ളവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ നിലത്തോട്ട് നോക്കി എഴുതിക്കൊണ്ടിരുന്നു. എന്തായിരിക്കാം അവൻ എഴുതിയത്? അവൻ നിലത്തോട്ട് നോക്കിയപ്പോൾ അവൻ എന്തായിരിക്കാം കണ്ടത്? യേശു മുകളിലേക്ക് നോക്കുമ്പോൾ
യേശു കണ്ടതൊക്കെ സ്വർഗീയ പിതാവിൻ്റെ മുഖമാണ്. എന്നാൽ ആ സ്വർഗീയ പിതാവിൻ്റെ ഒരു നിഴൽ നിലത്തുണ്ട്. നിലത്ത് പതിഞ്ഞ ആ സ്വർഗീയ പിതാവിൻ്റെ, മണ്ണിൽ പതിഞ്ഞ ആ സ്വർഗീയ പിതാവിൻ്റെ നിഴലാണ് ജോസഫ്. അവൻ നിലത്തോട്ട് നോക്കി. അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഒരു 30 വർഷം മുമ്പ് ഒരു പക്ഷേ എൻ്റെ അമ്മയെ കല്ലെറിയാൻ ഇതുപോലൊരു സാഹചര്യമുണ്ട്. അന്ന് അയാൾ അവളെ കണ്ണു നിറയാതെ പൊതിഞ്ഞു പിടിച്ചു. നിലത്തോട്ട് നോക്കിയത് എഴുതാൻ വേണ്ടിയല്ല, എന്നാൽ അറിയാതെ വിരല് മണ്ണിൽ മുട്ടി. ബോധപൂർവമല്ലാതെ അവൻ ആ പേരെഴുതി. അവൻ നിലത്തെഴുതിയ പേര് ജോസഫ്. എന്നിട്ട് അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകൂ. അവൾ അനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്, അവളുടെ ഉള്ളിൽ നിറഞ്ഞൊരു സുവിശേഷമുണ്ട്. ഈശോ പഠിപ്പിച്ചു, മക്കളെ, കരുണയുള്ളവരാവുക. ആരും പൂർണ്ണരല്ല, ആരും പൂർണ്ണരല്ല. യേശു ദൈവം മാത്രമാണ് പൂർണ്ണൻ. ആ പൂർണ്ണനായ ദൈവം 33 വർഷം ജീവിച്ചത് അപൂർണതകളുള്ള ഒരപ്പൻ്റെയും അമ്മയുടെയും കൂടെ. ആ യേശു, ഏറ്റവും പരിശുദ്ധനും പൂർണ്ണനുമായ യേശു വന്ന് ജനിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും അപൂർണതയുള്ള ഒരു കാലിത്തൊഴുത്തിൽ. അവൻ പറഞ്ഞത് മുഴുവനും അവനായിരുന്ന അപൂർണതകളെക്കുറിച്ച്. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രന് ഇടമില്ല. അപൂർണതയെക്കുറിച്ച് അവൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവന് കൊടുക്കുന്ന ശിക്ഷ കുരിശ് മരണം. അവൻ കിടന്നതും അതേ കുരിശിൽ. അപൂർണതയുടെ മേലുള്ള വിജയം. എല്ലാവർക്കും 6 അടി മണ്ണിന് അവകാശമുണ്ട്. അവൻ്റെ കല്ലറ പോലും മറ്റൊരാളുടെ ഔദാര്യമായിരുന്നു. വീണ്ടും അപൂർണത. അവൻ പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, 2 പേരെ ദൈവം വിവാഹ ജീവിതത്തിൽ യോജിപ്പിക്കുമ്പോൾ അവിടെ കുറവുണ്ട്. ഞാൻ നോക്കുന്നത് കുറവുകളിലേക്കാണോ? എനിക്ക് എൻ്റെ കുറവുകളെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളെ ചേർത്ത് പിടിക്കാനും അത് അംഗീകരിക്കാനും സാധിക്കുന്നുണ്ടോ? കുറവുകളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. ഇതാ, അവൻ്റെ ശരീരമാകുന്ന അപ്പത്തെ എടുത്തു, അത് വാഴ്ത്തിയപ്പോൾ ഏറ്റവും അർഹതയുള്ളവൻ, സ്നേഹിക്കുന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന യോഹന്നാൻ മാറോട് ചേർന്ന് കയ്യും നീട്ടിയിരിപ്പുണ്ട് ആ ശരീരത്തെ ആദ്യം ഏറ്റുവാങ്ങാൻ. അങ്ങനെ ആ ശരീരത്തെ, അവനെ ആദ്യം ഏറ്റുവാങ്ങാൻ കൊതിയോടെ സ്നേഹിക്കുന്നവൻ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ നീട്ടപ്പെട്ട കരങ്ങൾക്ക് മുകളിലൂടെ അവൻ ആ ശരീരം കൊണ്ടുപോയി, അവൻ ആ ദിവ്യകാരുണ്യം കൊണ്ടുപോയി മറ്റൊരു കയ്യിൽ വെച്ചു. അവനെ ഒറ്റിക്കൊടുക്കേണ്ടവന്റെ കയ്യിൽ. അർഹതപ്പെട്ടവനും അവകാശപ്പെട്ടവനും കയ്യും നീട്ടിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ ആ കൈകൾക്കെല്ലാം മുകളിലൂടെ ഒറ്റുകാരൻ്റെ കൈകളിലേക്ക് കൊടുത്തു. ആ സ്നേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിവ്യകാരുണ്യം. നമ്മൾ കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഒരുപാട് കുറവുണ്ട്. നീ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാവുക, നീ കരുണ കൊടുക്കുന്ന വ്യക്തിയാവുക. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറവുകളെ അംഗീകരിക്കാൻ,
ആ കുറവുകൾ കാണുമ്പോഴും സ്നേഹിത എന്ന് വിളിച്ച് ചുംബിച്ചതുപോലെ അതിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, ആ കുറവുകളുടെ മുമ്പിലും എളിമയോടെ കാല് കഴുകുവാൻ യേശുവേ ഞങ്ങളെയും നയിക്കണമേ. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോ പറഞ്ഞു, മക്കളെ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളൊരു ദൈവത്തിൽ വിശ്വസിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. യേശുവേ, ആ ദൈവിക ഭാവം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ഞങ്ങൾ കരുണ കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. ആത്മീയ നിറവിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യസഹായകനേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ യേശു ഇങ്ങനെയാണ് കുറവുള്ളവരെ സ്വീകരിച്ചത്. പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർ. യേശു കുറവിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. യേശു കുറവിനെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. തള്ളിക്കൊടുത്ത പത്രോസിനെ, ഒറ്റിക്കൊടുത്ത യൂദാസിനെ, അറിയില്ലെന്ന് പറഞ്ഞ അവരെ യേശു സ്വീകരിച്ചത് പിതാവിൻ്റെ കയ്യിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുറവ് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, വൈ, എന്തുകൊണ്ട്? എന്നാൽ ഈശോ പഠിപ്പിക്കുക, എൻ്റെ അടുത്തൊരു കുറവ് കാണുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കുറവിനെ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എൻ്റെ ജീവിത പങ്കാളിയെ, എനിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കൂടപ്പറപ്പിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ദൈവമേ, ഇത് നീ നൽകിയതാണ്, ഇത് നീ നൽകിയതാണ് എന്ന കാര്യത്തിലേക്ക് വരിക. ഈശോയെ, അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കി തരുന്നു. ഞങ്ങളുടെ കൂടെ അങ്ങ് നിർത്തി ആരും പൂർണ്ണരല്ല. നമ്മൾ കുറവുകളിലേക്ക് നോക്കരുത്. നമ്മളുടെ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറണം. എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ്, എൻ്റെ മക്കളുടെ കുറവ്, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ കുറവ് പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറണം. യേശു എന്താണ് പറഞ്ഞത്? പിതാവേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർ ലോകത്തിലാണ്, അവർ ദുഷ്ടാരൂപിയുടെ മുമ്പിലാണ്. യേശു ശിഷ്യന്മാരുടെ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാക്കി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശു തൻ്റെ ശിഷ്യന്മാരെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. രണ്ട്, ആ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാക്കി. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എന്നെ നിർത്തിയത് ഒരു കുറവിൻ്റെ അടുത്താണ്, ഒരു പൂർണ്ണതയുടെ അടുത്തല്ല. ദൈവം നമ്മളെ നിർത്തുന്നത്, ദൈവം നമ്മളെ നിർത്തുന്നത് ഒരു കുറവിൻ്റെ അടുത്താണ്. കുറവിൻ്റെ ചരിത്രം കൂടിയാണ് രക്ഷാകര ചരിത്രം. അത് മനസ്സിലാക്കാതെ പോകരുത്. ഒരു ജനതയുടെ പിതാവാകാൻ, ഒരു ജനാവലിയുടെ പിതാവാകാൻ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മക്കളെ ദൈവം തരാൻ
ദൈവം വിളിച്ചത് ഒരു കുഞ്ഞു പോലും ഉണ്ടാകാത്ത അബ്രാഹത്തെയാണ്. ഒരു ജനതയെ മുഴുവനും നയിക്കാൻ ദൈവം വിളിച്ചത് 2 വാക്ക് പോലും വിക്കില്ലാതെ പറയാൻ പറ്റാത്ത മോശയെയാണ്. രക്ഷാകര ചരിത്രം കുറവുകളുടെ ചരിത്രം കൂടിയാണ്. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവേ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഉൾക്കൊള്ളാൻ, സ്നേഹിക്കാൻ കൃപ നൽകണമേ. എൻ്റെ കൂടെയുള്ളവരെ അംഗീകരിക്കാൻ കൃപ നൽകണമേ. ആരും പൂർണ്ണരല്ല കർത്താവെ, ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും, ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ, മറ്റുള്ളവരുടെ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാക്കുവാൻ യേശുവേ എന്നെ നീ പഠിപ്പിക്കണമേ. എൻ്റെ ഉള്ളിൽ കരുണയുടെ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ നിറയ്ക്കണമേ. അതുവഴി ഞാനും ദൈവകരുണയിൽ സ്വീകരിക്കട്ടെ. അതുവഴി ഞാനും ദൈവകരുണ സ്വീകരിക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കുറവുകളെല്ലാം നിറവുകളാക്കാൻ ആത്മാവേ നീ വരണേ. കുറവുകളെല്ലാം നിറവുകളാക്കാൻ ആത്മാവേ നീ വരണേ. കുറവുകളെല്ലാം നിറവുകളാക്കാൻ ആത്മാവേ നീ വരണേ. 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 കുറവുകളെല്ലാം നിറവുകളാക്കാൻ ആത്മാവേ നീ വരണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കുറവുകളെല്ലാം പരിഹരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേ പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേ പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.